മതി മതി മതിയേ മതി മതി മടുത്ത് 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 മടുത്ത്. ഞാൻ പറ്റി വെക്കാം. ഒരു ചെറുമീൻ പിടിക്കുവാണല്ലോ 1000 രൂപ ഞാൻ തരും. ഉറപ്പാണോ? ഉറപ്പാണല്ലോ. ഹായ് ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ കടയിൽ വരെ പോയപ്പോഴത്തേക്കും എന്നാൽ ഒരു ചൂണ്ട മേടിച്ചാലോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചൂണ്ടക്കുളത്തും ചൂണ്ടവള്ളിയും കൂടെ മേടിക്കാൻ വേണ്ടി കടയിൽ വന്നാൽ കേട്ടോ. അതുകൊണ്ട് ചൂണ്ടക്കുളത്തെടുക്കുകയാണ്. ഒരു ചെറിയ ചൂണ്ടക്കുളത്ത് നോക്കി എടുക്കാം കേട്ടോ. ആ ഇത് മതി, ഇത് രണ്ടെണ്ണം തന്നെ. അത് പറഞ്ഞേ. അങ്ങനെ നമ്മളതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നേക്കൊരു പിടി എല്ലാവരും വാങ്ങൂ. അപ്പം നമ്മളിന്ന് ഒരു ലോഡ് മീനെ പിടിക്കാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് നോക്കാം. എവിടെയാ മണ്ണിര കിട്ടുന്നത്? എവിടെയാ മണ്ണിര? ആ ഇവിടെ രണ്ട് മണ്ണിരയുടെ വേസ്റ്റൊക്കെ പൊങ്ങിയുണ്ട്. ദോഷം ഇങ്ങോട്ട് വാ, വാ 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 ഓടി വാ. അവക്ക് മണ്ണിര പിടിക്കാൻ ഇഷ്ടം. ഇവിടെ ഇത് ഈ വേറെ വേസ്റ്റൊക്കെ ഉള്ളടത്ത് കണ്ടോ. വരുന്നില്ല. നൂഡിൽസ് വലിക്കുന്നല്ലോ വലിക്കുന്നത്. ആ മുളക് മുറിച്ചെടുക്ക്. എനിക്ക് ഫുള്ള് വേണം. അയ്യോ അയ്യോ അതിന് ചോര വന്നു. യെസ്, കൊല്ലാൻ കൊടുക്കാനാ. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ചൂണ്ടപ്പനയുടെ കമ്പാണ് കേട്ടോ. ഇത് കറക്റ്റായിട്ട് നമുക്കിവിടെ വന്ന് കിടപ്പുണ്ട്. ഇത് ഉണങ്ങിയതാട്ടോ, കുറച്ച് നല്ലത് വേണം. ആരെല്ലാം വലിയ വെക്കാറുണ്ടോ? വലിയ വിളിക്കുന്നുണ്ടോ? പറ. രണ്ട് മീൻ പിടിച്ചാ ഞാൻ പറ്റി വെക്കാം. ഒരു ചെറുമീൻ പിടിക്കുവാണല്ലോ 1000 രൂപ ഞാൻ തരും. ഉറപ്പാണോ? ഉറപ്പാണല്ലോ. 1.5 കിലോ തൂക്കം. അത്ര ഒന്നും കിട്ടത്തില്ല. അതിന് കുറുവാ പിടിക്കുക തോട്ടിലെ മീൻ വരുന്നത്. ചെറുമീൻ ഈ തോട്ടി കിടപ്പുണ്ട്. തോട്ടിലൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു പിടിച്ചില്ലേ, അതിന്റെ ചെറുമീൻ ഇവിടെ ഉണ്ട്. ഇല്ലില്ല, അതും കിട്ടത്തില്ല. ഈ ചെറിയ ചൂണ്ട എന്റെ കയ്യില്. ചെറിയ കൊളുത്താ. പോട്ടെ, വെയിലോർമ്മ പിടിച്ചാ പോലെ. 1 കിലോ ഉള്ള. 3/4 കിലോ അതൊന്നും കിട്ടത്തില്ല. മീൻ പിടിച്ചാ ഞാൻ പറഞ്ഞിട്ടുണ്ട് വളയോടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നില്ലേ, ആ തോട്ടിലാണ് വന്നേക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പം അത്യാവശ്യം വലിയ കുറുവയും കോലാനൊക്കെ കണ്ടായിരുന്നു. ഏതിലും ഒരെണ്ണത്തിനും കിട്ടുമെന്ന് നോക്കട്ടെ. ഒഴുക്കുള്ള വെള്ളത്തിൽ കിട്ടുകയെന്നാണ്. പക്ഷെ എന്നാലും നോക്കട്ടെ, ഏതെങ്കിലും കൊത്തുമോ നോക്കാം നമുക്ക്. 3-4 പിടിക്കുവാണെങ്കിൽ ചാച്ചനായിട്ടുള്ള വെല്ലുവിളി ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. നോക്കട്ടെ, എവിടെ എവിടെയൊക്കെ മീനുണ്ട്. അത്യാവശ്യം വലിയത് കോലാനൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമോ അറിയത്തില്ല, നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ചൂണ്ടക്കുളത്ത് അങ്ങ് കൊളുത്താം. പെട്ടെന്ന് കെട്ടി വീഴും കേട്ടോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വീഴും. നമുക്ക് ഒരുപാട് നീളം ഇല്ലേ? ഇത്ര നീളം ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതിന് ഇപ്പോൾ കട്ട് ചെയ്യാനൊന്നും മറ്റത്തങ്ങ് കെട്ടിയേക്കാം. ബാക്കി വേറെ പീസാണ്, 2 പീസായിട്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ ചൂണ്ട കമ്പല് കെട്ടി ഇപ്പോൾ ഒരു ചെറിയൊരു തടി കഷ്ണം പൊങ്ങുമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ വലിക്കുമ്പോൾ അറിയാൻ വേണ്ടിയാണ്. സാധാരണ എല്ലാവർക്കും അറിയാൻ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു മുഖവരിക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമുക്ക് മണ്ണിരെ കോർക്കണം. പണ്ടൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ലായിരുന്നു മണ്ണിര പിടിക്കാൻ. പിന്നെ അത് കഴിഞ്ഞ് ഒരിടയ്ക്ക് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഏറ്റവും ആദ്യത്തെ സമയത്ത് ഭയങ്കര അറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷയമില്ല. നേരെ നമ്മൾ കോർക്കണം. ഇത് കമ്പി മൊത്തം നമ്മൾ ഇര കയറ്റി കൊടുക്കണം കേട്ടോ. നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് നോക്കാം. മീനൊന്നും വേണ്ടേ, എന്തൊരവസ്ഥയത്. ഇത് അങ്ങ് എടുത്തുണ്ടോ, നമുക്ക് കോലാനെ കാണാം കേട്ടോ. അതായത് 2-3 ഉണ്ട് കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ എനിക്ക് വന്നിട്ട് കാണാം. ഇതുണ്ടോ, ഇത് ഇതെല്ലാം കോലാനാണ് കേട്ടോ.
അല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കാണും, നിങ്ങൾക്ക് ഇതിലത്ര ഇതായിട്ട് കാണത്തില്ല. വീട്ടിൽ പോയേക്കാം, കുറേ നേരം ഒരു തേങ്ങ കിട്ടുന്നില്ല. 2-3 മണിക്കൂറായി, ഒരു തേങ്ങ പോലും കൊത്തുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, മണ്ണിരെയൊക്കെ ചുമ്മാ കൊടുത്തേക്കാം, എല്ലാവരും തിന്നോട്ടെ. ഇനി പോയിട്ട് വേറെ കൊരുത്തോണ്ട് വരാം. ഈ മണ്ണിര ആയതുകൊണ്ടായിരിക്കും ഇവർക്ക് വലിയ താല്പര്യമില്ലാത്ത. എന്തൊക്കെയായിരുന്നു. ഇനിയിപ്പം അങ്ങോട്ട് ചെല്ലുമ്പോൾ ചാച്ചനങ്ങ് തുടങ്ങും. പ്രൊഫഷണൽ പറയുന്നവരായിരുന്നു, ചൂണ്ടവള്ളി അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം. എനിക്കറിയാമായിരുന്നു എത്ര മണിക്കൂർ ഇരുന്ന് അതും ചിലപ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല. എന്താ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ ഡോറയെ പോയി കൊണ്ടുവന്ന് തോട്ടിച്ചടിക്കാം. അവളെ ഇറക്കിയിട്ട് കുറേ ദിവസമായി. തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. മീൻ കിട്ടി. ഇത് പകരം ഞാൻ വീട്ടിലിരിക്കും. കിട്ടി അവിടെ. നീ കാണോ? നിങ്ങക്ക് തൊട്ടി ചെന്ന കാണാം. കുറെ നേരം ഇട്ടിട്ട് കിട്ടിയില്ല. നമ്മൾ ഡോറേനെ കൂട്ടിൽ അങ്ങനെ ഇറക്കി. അവളാണെങ്കിൽ ലീഷ് അവളുടെ കൈ കൊടുത്തില്ലെങ്കിൽ അവൾ നിൽക്കത്തില്ല കേട്ടോ. അതിട്ട് അവൾ കടിച്ചു പിടിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. അത് നമുക്ക് മസ്റ്റാണ്. പിന്നെ നോക്കിയും കണ്ടും വിട്ടില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ട് ഈ ചെടിയെല്ലാം കൂടെ നശിപ്പിക്കും. ഇപ്പം ഈ ചെടിയെല്ലാം കൂടെ ഇത്ര വെച്ചുകൊണ്ട് ഞങ്ങൾ അവളെ ഇപ്പം അങ്ങനെ അവിടെ ലീഷ് കഴുത്തലില്ലാതെ അഴിച്ചു വിടത്തില്ല. കാരണം അവൾ മൊത്തം തെറിപ്പിക്കും. ഒരു മൈൻഡും ഇല്ല. ഒരുപാട് സിനിമയും, അതായത് ഒരുപാടല്ല 1-2 സിനിമയും ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പം ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പോഴും ഫോട്ടോയും ഷൂട്ടൊക്കെ എടുക്കുന്നതാണ്. അത്യാവശ്യം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ തോട്ടിലാണ് നമ്മൾ ഡോറനെ കുളിപ്പിക്കേണ്ടി വരുന്നത്. നമ്മൾ സ്ഥിരം എവിടെയാണ് കൊണ്ടിരുന്നത് കേട്ടോ. സ്ഥിരമല്ല, വല്ലപ്പോഴും. അതായത് മിക്കപ്പോഴും വീട്ടിലാണ് കുളിപ്പിക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ഇവളെയും കൊണ്ട് ഇങ്ങ് പോരും. വെള്ളം കുടിക്കാനായിട്ട് അയ്യോ അറിയത്തില്ലേ എവിടെ പോവാ ചേട്ടാ? ഒന്നുകൂടെ അറിയേണ്ടി വരുവേ. മടുത്തു തരികയല്ല. അവിടെ ബോള് പോയി.
നോക്കണേ. ബാ മതി മതി മതിയേ മതി മടുത്ത് 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 മതി 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 കുളിപ്പിക്കല്ലേ. കുളിപ്പിക്കേ സോപ്പിട്ട് കുളിപ്പിക്കേ. കടിക്കില്ല. ലീഷ് അടിച്ചിട്ട് ഫ്രീ ആയിട്ട് വിടാൻ എല്ലാവരും പറയും, കാരണം ലാബ് ആരെയും കടിക്കത്തില്ല എന്നൊക്കെ ഇല്ലേ. പക്ഷേ ഇവള് ഇച്ചിരി അഗ്രസീവാണ്. അതായത് കുറച്ച് ഇപ്പോൾ ആരെ കണ്ടാലും ഇങ്ങനെ കുരയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്കറിയത്തില്ല, എങ്ങാനും വല്ല മന്ത് കിട്ടിയാൽ അത് മതിയില്ല. അങ്ങനെ പോകത്തൊന്നുമില്ല. പക്ഷേ മാക്സിമം ഒരു 99% ലാഭം ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എന്നാലും ഇവള് ആരെ കണ്ടാലും അത്യാവശ്യം നന്നായിട്ട് കുരയ്ക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ പേടിയുണ്ട്. അത് ഞാനിപ്പോഴും ലീഷ് ഇങ്ങനെ പിടിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് കംഫർട്ടായിട്ട് പോകുന്ന സ്ഥലത്ത് ഞാൻ അവളെ അഴിച്ചു വിടും. അല്ലാതെ ഞാൻ ഇപ്പം നമ്മൾ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഞാൻ ലീഷ് ഇടും കേട്ടോ. അത്രയും ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ലീഷ് ഇങ്ങനെ പിടിച്ചേക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പോയി ഡോറ് ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടെ കൊടുത്തിട്ട് വരാം. പോകോ പിടിച്ചിട്ട് പിടിച്ചിട്ട്. അങ്ങനെയല്ല അവള് കുളിക്കട്ടെ. ഓ എന്നാലും കയറേന്ന് വിടത്തില്ല. കയറും എല്ലാം കൊണ്ടാ വരുന്നത്. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ കാല് നിൽക്കാ. വാ എൻ്റെ തൊടുത്ത കയറും ബോളും എല്ലാം കൊണ്ടാ പിടിച്ചേക്കുന്നത്. എന്നാ ഇതിൻ്റെ പീപ്പിയൊക്കെ പോയത് കേട്ടോ. ഒറ്റ ചാടത്തിന് പിടിച്ച്. വാ പരിപാടി വാ 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 കേട്ടോ. വാ. ഓ മുങ്ങിപ്പോയി അവിടെ നിന്ന് എടുത്തോ അവള്. ഓ എടി ബോള് താഴെ പോയെന്ന്. നീ വായിന്നത് മേടിക്ക്. ഇതാ ഷാമ്പു അടി. ഒരു ഷാമ്പു ആയിട്ട് പോവാ. നീ ഷാമ്പു അടി. ആടെ ഷാമ്പു വെള്ളത്തിൽ. കയറി 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 കയറി. സർക്കസ് ആണോ? പോവാം പോയേക്കാം. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്. ഇവിടെ എപ്പോഴും അമ്മ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് തിന്നാൻ കൊടുക്കട്ടെ. അങ്ങനെ ഇവള് കയറിയ പാടാണ് ഈ പിറ്റേ മൊത്തം. അതുകൊണ്ട് ഇവിടെ എപ്പോൾ ഇവിടെ വന്ന് നോക്കി നിൽക്കും. അതാണ് നമ്മളിവിടെ നോക്കി നിൽക്കുന്ന കേട്ടോ. അപ്പാ വണ്ടി ചാടിച്ച്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ഷേക്കറ്റ് കൊടുത്തിട്ട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ടാറ്റ ബൈ ബൈ.